ജെക്സി തോമസ്, ഇവിടെ ഇവിടെ ഒരു മരണത്തിന്റെ രാത്രി, സങ്കടത്തിന്റെ രാത്രി, അനാഥരായ രണ്ട് കുഞ്ഞുമക്കളുടെ വേദന, അത് ഏത് നാട്ടിലെയും അവരുടെ വേദന, മലയാളിയാണോ ഛത്തീസ്ഗഡുകാരനാണോ ഗുജറാത്തിയാണോ എന്നില്ലല്ലോ, രണ്ട് കുഞ്ഞുമക്കളുടെ വേദനയുള്ള രാത്രി, അതിന്റെ കാരണം തെറ്റിദ്ധാരണ പറയൽ അന്യായമാണ്. ഇനി വാദത്തിന് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടെന്നിരിക്കട്ടെ, ജയിക്ക് അടികൊണ്ട് അവശനായി എഴുന്നേറ്റ് പോകാനാവാതെ അങ്ങേയറ്റം ദൈന്യമായ കണ്ണുകളോടെ താഴെയിരിക്കുന്ന ഒരു മനുഷ്യനെ പിന്നെയും അടിക്കാൻ മനുഷ്യരായി പിറന്നവർ കഴിയുന്നത് എങ്ങനെയാണ് ജയിക്ക്? എങ്ങനെ കഴിയുന്നത്? തീർച്ചയായിട്ടും ആ ചോദ്യം പക്ഷേ ഈ കേസിലെ കൊലപാതകികൾക്ക് വക്കാലത്തെടുക്കാൻ ആരെങ്കിലും ഈ ചർച്ചയിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇരിക്കട്ടെ, ഞാൻ ആ മറുപടിയിലേക്ക് വരാം. ഈ ചർച്ചയുടെ തുടക്കഘട്ടം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഞാൻ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സവിശേഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരെടുത്ത് പരാമർശിച്ചിട്ടില്ല. കാരണം ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ പേരെടുത്ത് പരാമർശിച്ച് ചർച്ച ചെയ്ത് തുടങ്ങി അവസാനിപ്പിക്കേണ്ട ഒരു പ്രശ്നമല്ല. ഇതൊരു ആൾക്കൂട്ട മനഃശാസ്ത്രത്തിന്റെ പ്രശ്നമാണ്. ആ മനഃശാസ്ത്രമുള്ളവർ നാളെ ഏതൊരു തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയിലും ചിലപ്പോൾ പ്രവർത്തിച്ചേക്കാം. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഒരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമല്ല. പക്ഷേ അത് സംസാരിച്ച് വരവെ സംഘപരിവാർ പ്രതിനിധി അദ്ദേഹം ഈ കേസിൽ ഇത്തരത്തിൽ അവിടുത്തെ ചില ആളുകൾ പറയുന്നു ഇങ്ങനെയൊരു മോഷണക്കുറ്റത്തിന് സാധ്യതയുണ്ട്, ആ മോഷണക്കുറ്റത്തെ സംബന്ധിച്ച് തിരക്കി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സഹികിട്ടുകൊണ്ട് ഞാൻ ഇടപെട്ടു. അങ്ങയും ഞാനും തമ്മിൽ കടുത്ത രാഷ്ട്രീയ വിയോജിപ്പുണ്ടായിരിക്കാം. പക്ഷെ അങ്ങയുടെ ഏതെങ്കിലും ഒരു ചർച്ചയിൽ തുടക്കഘട്ടത്തിൽ ഓവർലാപ്പ് ചെയ്തുകൊണ്ട് അങ്ങയുടെ അനുമതിയില്ലാതെ അങ്ങയുടെ ശ്രദ്ധ ക്ഷണിക്കേണ്ട ഒരു ഗതികേട് എനിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ട് എനിക്ക് പറയേണ്ടതായിട്ട് വരുന്നു? ഞാൻ പറയുന്നു, രാംഗോപാലിനെ രാമിനെ ഞാൻ കണ്ടിട്ടില്ല. എന്റെയും അങ്ങയുടെയും അനുഭവങ്ങളിൽ പരിസരങ്ങളിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്താണ്, നമുക്കൊക്കെ ഈ സമയത്ത് ഉള്ളുപടയും, നമുക്കൊക്കെ ഈ സമയത്ത് ഹൃദയം ഒന്ന് വിങ്ങും. എന്തുകൊണ്ട് വിങ്ങും? അടിസ്ഥാനപരമായി നമ്മളൊക്കെ മനുഷ്യരാണ്, ആർദ്രതയുള്ള മനുഷ്യന്മാരാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, ആരാണ് പ്രതികളെങ്കിലും അവരുടെ മറ്റ് ആരോപണങ്ങളിലേക്കോ ആ ആരോപണങ്ങളെ കാർക്കാസിന് വിലയുള്ളതെങ്കിലും ഇല്ലാത്തതെങ്കിലും അതിനെ ഒന്ന് സ്പർശിക്കാൻ പോലും നമ്മൾ നിൽക്കില്ല. പക്ഷെ ഇവിടെ നിർഭാഗ്യവശാൽ ഞാൻ അങ്ങനെ ഇടപെട്ടു. ഈ രാത്രിയിലെങ്കിലും ഈ ന്യായവാദത്തിന് അങ്ങയുടെ ചർച്ചയിൽ ഇടം കൊടുക്കരുത്. ഞാൻ അദ്ദേഹത്തോടല്ല പറഞ്ഞത്, അദ്ദേഹം എന്തും പറഞ്ഞുകൊള്ളട്ടെ, അത് അദ്ദേഹത്തിന്റെ അവകാശം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലവാരം. ഞാൻ അങ്ങയോട് അഭ്യർത്ഥിച്ചു, ഈ രാത്രിയിൽ ഈ മണിക്കൂറിലെങ്കിലും ഇത്തരം ന്യായവാദങ്ങൾക്ക് അങ്ങയുടെ ചർച്ചയിൽ ഇടം കൊടുക്കരുത്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ പിടിക്കപ്പെട്ട പേരുകാരിൽ ഒരുവൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചായ്വുള്ള തൊഴിലാളി സംഘടന അംഗമാണ്, അതുകൊണ്ട് ഞാൻ തുള്ളരുത് എന്ന് 3 തവണ അദ്ദേഹം ആക്രോശിച്ചു. ബഹുമാനിയായ BJP നേതാവേ, അങ്ങ് പറയുമ്പോൾ തുള്ളാനും തുള്ളാതിരിക്കാനും RSSന്റെ ആഫീസിൽ നിന്ന് എല്ലും കഷ്ണം കടിച്ചു തൂങ്ങി ചെയ്യുന്നവന്മാരുണ്ടാകും. ആ തുള്ളലും തുള്ളാതിരിക്കലിന്റെയും തിട്ടൂര് ആ ആഫീസിൽ പറഞ്ഞാൽ മതി. 24 ന്യൂസ് പോലെ മനുഷ്യർ കാണുന്ന ഒരു ചർച്ചയുടെ ഫ്ലോറിൽ വന്നിട്ട് അങ്ങയുടെ അക്രോശവും തിട്ടൂരും ഒന്നും ഇങ്ങോട്ട് ഇറക്കാൻ നിൽക്കണ്ട. ഇങ്ങോട്ട് ഇറക്കാൻ നിന്നാൽ അത് കയ്യിൽ വെക്കാൻ എനിക്ക് തിരിച്ചു പറയേണ്ടതായിട്ട് വരും. പിന്നെ ആ ന്യായവാദത്തിന്റെ പ്രത്യേകത എന്താ? ആങ്കർ ഈ ന്യായവാദം ചരിത്രത്തിന്റെ ഭൂതകാലങ്ങളിൽ കേട്ടിട്ടില്ലേ? നമ്മുടെ ന്യൂഡൽഹിയിൽ നിർഭയ കാൽപ്പനികമായ പേരാണ്. ആ പെൺകുട്ടി ബലാത്കാരം ചെയ്യപ്പെട്ടു എന്ന വാർത്ത കേട്ട് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി റെയ്സീന കുന്നുകളിലേക്ക് പ്രക്ഷോഭകാരികൾ ഇരമ്പിയാർത്തു. പ്രസിഡന്റിന്റെ കൊട്ടാരം കയ്യേറുന്നിടത്തോളം എത്തി. എന്തുകൊണ്ടെത്തിയെന്ന് ചോദിക്കുമ്പോൾ ഇതേ മനസ്സുള്ള നമ്മുടെ നാട്ടിലെ അധമ സംഘം എന്ന് പറഞ്ഞത് എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് നിർഭയ രാത്രിയിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ചത് എന്നുള്ളത്. ഇതേ മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു. അർദ്ധരാത്രിയിൽ സൂര്യനെല്ലി പെൺകുട്ടിയെ നമ്മുടെ നാട്ടിലെ പുകിൾപ്പറ്റ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കന്മാർ ചേർന്ന് പിച്ച് ചീന്തുന്ന സമയത്ത് ആ സൂര്യനെല്ലി പെൺകുട്ടിക്ക് വേണ്ടി കേരളത്തിന്റെ രോഷം തിളച്ചു മറിഞ്ഞു. അപ്പൊ കേരളത്തിലെ പുകിൾപ്പറ്റ രാഷ്ട്രീയം അലങ്കരിക്കുന്ന മാന്യന്മാർ ചോദിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് രാത്രി കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ഈ പെൺകുട്ടി ആരെ കാണാൻ പോയി? അതേ ന്യായവാദത്തിന്റെ ദംഷ്ട്രയാണ് ഇപ്പോഴാ ഇവിടെ തൊട്ടു മുമ്പ് വന്നിരുന്ന മനുഷ്യരിൽ നിന്നും പുറങ്ങുന്നത്. അവിടെ സ്ത്രീകൾ ഉണ്ടായിരുന്നു. സ്ത്രീകൾ ചേർന്ന് ആൾക്കൂട്ടാക്രമണം നടത്തുമ്പോൾ ആ ആൾക്കൂട്ടാക്രമണത്തിന് ഉപോത്ബലകമായ ഒരു മോഷണ ആരോപണമുണ്ട്. ആ ആരോപണത്തെ നമ്മൾ കാണാതിരിക്കല്ലേ എന്ന് പറയുമ്പോൾ ഈ ദംഷ്ട്ര ഇപ്പോഴുള്ളതല്ല. 2025 ഈ രാമന്റെ പേരുള്ള ഈ മനുഷ്യനെ കൊന്നുകളഞ്ഞപ്പോഴുള്ളതല്ല. അത് കേരളത്തിൽ സൂര്യനെല്ലിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, രാജ്യതലസ്ഥാനത്ത് നിർഭയയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, അക്കലക്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ കേരളത്തിന്റെ എത്രയോ ചരിത്രഘട്ടങ്ങളിൽ ഈ പിച്ചിച്ചീന്തലിനെ അനുകൂലിക്കാൻ വന്ന എല്ലാ നരാധവന്മാർക്കുമുള്ള ആ ദംഷ്ട്രയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. എന്നിട്ട് പ്രത്യേകത എന്താണ്? കോൺഗ്രസ് പ്രതിനിധിയും അതേപോലെ തന്നെ ഞാൻ ആദരിക്കുന്ന ബഹുമാനിയനായ അഷ്റഫിന്റെ സഹോദരതുല്യനായ ബന്ധു പറയുന്നു, ഞങ്ങൾ ശങ്കിച്ചു പോകുന്നു, ഇത് സംഘപരിവാറിന് തുല്യമായ സ്റ്റേറ്റ് ആണോ? ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, കേരളത്തിന്റെ ഈ വിഷയമുണ്ടായി 4-ാം ദിവസം കേരളത്തിന്റെ റവന്യൂ മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് എന്താണ്?
2023 പൂനെവാല കേസിലെ അതേ നടപടിക്രമങ്ങൾ സ്വീകരിക്കാൻ കേരളത്തിന്റെ CS ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. SC/ST അട്രോസിറ്റി ചുമത്തും. അതോടൊപ്പം തന്നെ SIT രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഈ 3 ആവശ്യങ്ങളും പൂർത്തീകരിക്കപ്പെട്ടു. ആദരണീയനായ പോലീസ് ഉദ്യോഗസ്ഥൻ സഹമാനലിസ്റ്റ് പറഞ്ഞതുപോലെ ആ കുടുംബം അർഹിക്കുന്ന നഷ്ടപരിഹാര തുക ഇതിനോടകം പ്രഖ്യാപിച്ചു. ഇനിയും അത് വർദ്ധിപ്പിക്കുമെന്ന് ക്യാബിനറ്റ് തീരുമാനിക്കാൻ വേണ്ടി പോകുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു സംഘപരിവാർ ആഭിമുഖ്യമുള്ള സ്റ്റേറ്റ് ആണോ? അഷ്റഫിന്റെ സഹോദരനുല്യനായ അങ്ങെങ്കിലും ഓർക്കണ്ടേ? ഞാനിത് പറയാനിരുന്നതാണോ? അങ്ങയുടെ സഹോദരൻ, ആ വാർത്ത ഞാൻ കേൾക്കുന്നത് എന്റെ ഓർമ്മ ശരിയെങ്കിൽ ഒരു ഞായറാഴ്ച ഏപ്രിൽ മാസം 27 അതിനുശേഷം 4 ദിവസം പിന്നിട്ടു. ഇതേ 4 ദിവസം ആങ്കർ ഓർമ്മിക്കണം എന്തായിരുന്നു വർഗീയ വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു എന്ന് ഞാനും അങ്ങയും കരുതുന്ന കർണാടകയിലെ കോൺഗ്രസുകാരനായ മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഞാൻ അങ്ങയുടെ PCR ടീമിന് അയച്ചു തന്നിട്ടുണ്ട്. എന്തായിരുന്നു സ്റ്റേറ്റ്മെന്റ്? Chief Minister Siddaramaiah, who was reprimanded by party high command over his comment on Pahalgam attack. എന്ന് വെച്ചാൽ ഹൈക്കമാൻഡിനാൽ പെഹൽഗാം അറ്റാക്കിൽ ഭൂരിപക്ഷ രൂപീകരണത്തെ സഹായിക്കുന്ന പ്രസ്താവന നടത്തിയതിന്റെ പേരിൽ താക്കീത് ചെയ്യപ്പെട്ട അതേ സിദ്ധരാമയ്യ പറയുന്നു, has reacted to the lynching in Mangaluru saying shouting pro-Pakistan slogans amounts to treason. എന്താ പറഞ്ഞത്? 4 ദിവസം ഈ അഷ്റഫ് മരിച്ച് 4-ാം ദിവസം കർണാടകയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി പറയുന്നു പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിലാണ് ഈ മലയാളിയായ അഷ്റഫ് കൊല്ലപ്പെട്ടത്. അവിടുത്തെ ആഭ്യന്തരമന്ത്രിയുടെ പേരെന്താണ്? ജി പരമേശ്വരൻ. എന്തായിരുന്നു? ജി പരമേശ്വരൻ ടു ഫോക്കസ് ഓൺ ദ അലീഗ് സ്ലോഗൻസ് ഇൻ റെസ്പോൺസ് ടു ദ ലിഞ്ചിങ്. അതായത് കോൺഗ്രസുകാരനായ 2025 കർണാടകയിലെ മുഖ്യമന്ത്രിയും ജി പരമേശ്വരൻ എന്ന ആഭ്യന്തരമന്ത്രിയും പറയുന്നു പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിലാണ് മലയാളിയായ അഷ്റഫിനെ തല്ലിക്കൊന്നത് എന്ന്. അല്ലേ? കർണാടകയിലെ ലാദനാണോ സിദ്ധരാമയ്യ? കർണാടകയിലെ ബാബു ബജരംഗിയാണോ ജി പരമേശ്വരൻ? അതാണോ കേരളത്തിന്റെ അനുഭവം? സത്യസന്ധമായി നിങ്ങൾ പറ, അതാണോ കേരളത്തിന്റെ അനുഭവം? കൊല്ലപ്പെട്ട 4-ാം ദിവസം കേരളത്തിന്റെ മന്ത്രിസഭാംഗം പറഞ്ഞത് എന്താണ്? 2023 പൂനെവാല കേസിലെ നടപടിയെടുക്കാൻ ചീഫ് സെക്രട്ടറി IAS കാരനെ ചുമതലപ്പെടുത്തുന്നു. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം അത് ഇനിയും വർദ്ധിപ്പിക്കും. അതോടൊപ്പം ഈ കേസിൽ SC/ST പക്ഷെ അവിടെ ജയിക്ക് മനസ്സിലാക്കേണ്ടത് അബ്ദുൽ ജബ്ബാർ ഉണ്ടായി, അബ്ദുൽ ജബ്ബാറിന്റെ സമരം ഉണ്ടായി, ഒരു അംബിക എന്ന് പറഞ്ഞൊരു പാവം ചേച്ചി ഉണ്ടായി. ഇത്തരം ആളുകൾ കൂടി നിന്ന് ആ കുടുംബത്തൊപ്പം ആ കുടുംബം വന്നു, മോർച്ചറിപ്പടിയിൽ സമരം വരുന്നു. അതിനുശേഷം ഉണ്ടായതാണ്, അതിനുശേഷമാണ് എന്താണ് റവന്യൂ മന്ത്രിയൊക്കെ ഇടപെടുന്നത്. അതുകൊണ്ട് ഇതൊക്കെ സ്വാഭാവികമായി അങ്ങ് സംഭവിച്ചതാണ് എന്ന് പറയല്ലേ? എന്ന് പറയുമ്പോൾ തന്നെയും ഈ പറഞ്ഞ ഇടപെടലുകൾ, മന്ത്രിയുടെ ഇടപെടൽ, നഷ്ടപരിഹാര പ്രഖ്യാപനം, ആ ബോഡി അർഹിക്കുന്ന ആദരവോട് അങ്ങോട്ടേക്ക് അയക്കാനുള്ള തീരുമാനമൊക്കെ അഭിനന്ദനാർഹമാണ്. അക്കാര്യം തർക്കം വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.